everyone, welcome to another session of Hindu newspaper analysis. അപ്പോൾ നമുക്ക് ഇന്ന് ജൂലൈ 16-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ട്രിവാൻഡ്രം എഡിഷൻ ന്യൂസ് പേപ്പേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ലൈക്ക് എല്ലാവർക്കും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് വിശ്വസിക്കുന്നു. കറണ്ട് അഫയേഴ്സ് എന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്, പക്ഷെ നമ്മുടെ UPSC പെർസ്പെക്റ്റീവ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 വാർത്തകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 5-6 വാർത്തകൾ, 5-6 വാർത്തകളായിക്കോട്ടെ, നമുക്കിത് ഡിസ്കസ് ചെയ്യാം. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ സെഷൻ. First one, Iran threatens regional oil blockade over US actions. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഇറാൻ US പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലേ, ഇതെന്നും പ്രശ്നങ്ങളാണല്ലോ. ഇവര് ആക്ച്വലി ഇവർ രണ്ടുപേരും തമ്മിൽ സമാധാന കരാറൊക്കെ ഒപ്പിട്ട് വന്നതാണ്, ബട്ട് വീണ്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്താണ്, കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റ് ഡേറ്റ ലീക്ക് സ്പാർക്സ് അബ്സല്യൂട്ട് കൊമോഷൻ. അബ്സല്യൂട്ട് കൊമോഷൻ. അപ്പൊ ഇത് വെച്ച് കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റ് എല്ലാവർക്കും അറിയാം, അവിടെ ഡേറ്റ ലീക്കായതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അപ്പം ഈ ഒരു വാർത്തകൾക്കും IR അത് ഏകദേശം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു ന്യൂസ് ആണ്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഈസ് കേരള ഹൈക്കോർട്ട് ഹോൾസ് മേജർ ഫങ്ഷൻസ് ഓഫ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡിന്റെ മേജർ ഫങ്ഷൻസ് ഒക്കെ എന്ത് ചെയ്താണ് നമ്മുടെ ലൈക്ക് കേരള ഹൈക്കോർട്ട് കുറച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം എന്താ നമുക്ക് നോക്കാം. ഇറ്റ്സ് പൊളിറ്റി പെർസ്പെക്റ്റീവ് ആണ്. Then NDA renews push to muster numbers for delimitation bill. ലോക്സഭയുടെ സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ലിനെ കുറിച്ചാണ്. അപ്പൊ ഇത് പൊളിറ്റി പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. Then Cabinet, okay, Semicon 2.0 mobile urea manufacturing schemes and highways. ഇത് നമുക്കൊരു ഇന്റർനാഷണൽ റിലേഷൻ കാര്യമില്ല, ആക്ച്വലി നമുക്കൊരു ഡിഫൻസ് ഡെവലപ്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതിൽ വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. Then Tata Group Shanghai Airport will invest in state. ഈ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ്. മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു കിടപ്പുണ്ട്. സമുദ്ര എന്ന് പറയുന്ന ഒരു മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ കേരള വാർത്തയാണ്. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ്? യെസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഈസ് നമുക്ക് ഓരോ വാർത്തകളായിട്ട് നമുക്ക് ഇത് പരിശോധിക്കാം. ആദ്യത്തെ എന്തായിരുന്നു? ഇറാൻ threatens regional oil blockade over US actions. US-ഉം ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറൊക്കെ ഒപ്പിട്ട നിലയിലായിരുന്നു കാണപ്പെട്ടത്, ബട്ട് പെട്ടെന്ന് നമുക്ക് മറ്റുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. This comes under GS paper 2 and GS paper 3. So why in news? Iran threatened to block oil and gas exports from West Asia following renewed US military strikes. ആക്ച്വലി വീണ്ടും ഒരു US ഇറാൻ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇറാൻ പറയുന്ന വെച്ചാല് US-ന്റെ മിലിറ്ററി സ്ട്രൈക്സ് ഇതെല്ലാം കാരണം ലൈക്ക് US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അവര് ഓയിൽ തടഞ്ഞു വെക്കും. അത് ഒന്നെങ്കിൽ ഒരു പറഞ്ഞ ഡയലോഗ് ഇതിനകത്ത്, ഒന്നെങ്കിൽ ഓയില് എല്ലാം കിട്ടും അല്ലെങ്കിൽ ആർമി കിട്ടണ്ട എന്ന രീതിയിലുള്ളതാണ്. ലെറ്റ്സ് സീ. So rising tensions have pushed Brent crude oil prices close to $85 per barrel. $85 ആണ് per barrel വന്നിരിക്കുന്നത്, which actually increase global energy concerns. Let's see. Highlights. ഇറാൻ വാണം കൊടുത്തിരിക്കുന്നു, ഭീഷണി അല്ലേ. Look, oil and gas exports from the region will be either for everyone അല്ലെങ്കിൽ ഫോർ നോ വൺ, ഒന്നെങ്കിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും കൊടുത്തില്ല എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓയിലൊക്കെ തടഞ്ഞു വെക്കുന്നതാണ്. കാരണം സ്ട്രീറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് നമ്മുടെ സ്ട്രീറ്റ് ഓഫ് ഹോർമസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ഇതാണ്. ലൈക്ക് അവിടെയുള്ള ഏറ്റവും കൂടുതലും
എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേൾഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റോപ്പ് പോയിന്റ് ആണ്. സോ അവിടെ നിന്നാണ് എന്താണ് ഏറ്റവും കൂടുതലും 20% ഓഫ് ഗ്ലോബൽ ക്രൂഡ് ഓയിൽ ആ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് എന്ത് വരുന്നത്. അപ്പൊ ഈ തടഞ്ഞു വരുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 85% ഓഫ് ക്രൂഡ് ഓയിൽ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് അവിടെ തടഞ്ഞു വെക്കുമ്പോൾ ഒരിടത്തും കിട്ടാത്ത പോലെ സംഭവിക്കാം. സോ US launched strikes targeting Iranian military capabilities and shipping trade. So US ഒരു ഭാഗത്ത് യുഎസിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് ഇറാൻ അതിന്റെ കോൺസിക്വൻസസ് ആണ് പറയുന്നത്. സോ strategic concern Iran hinted at disrupting energy flows through the Strait of Hormuz. ഇതാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം എന്ത് പഠിക്കേണ്ട ആളിതാ ഇവിടെ കിടക്കുന്നത്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ആണ് നിങ്ങൾ ശരിക്കും വായിച്ചിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. എന്താണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ്? ആണ് വേൾഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് പോയിന്റ് ആണിത് അല്ലെ. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ 20% ഓഫ് ഗ്ലോബൽ ക്രൂഡ് ഓയിൽ ഒക്കെ ഈ ഒരു വഴി പാസേജ് ലൈക്ക് ഇത് നാരോ വാട്ടർ വേ ആണ്. ദിസ് ആക്ച്വലി പാസസ് ത്രൂ ദിസ് നാരോ വാട്ടർ വേ അല്ലെ. ഇന്ത്യയുടെ 85% ഓഫ് ക്രൂഡ് ഓയിലും എന്താണ് ലൈക്ക് ഇമ്പോർട്ട് ആണ് ചെയ്തത്. ദാറ്റ് ഈസ് ഓൾസോ സോ അതൊരു പ്രോബ്ലം ആയിട്ട് സ്റ്റിൽ നിൽക്കുകയാണ്. പീസ് പ്രോസസ് ചോദിച്ചാൽ ഇറാൻ accepted that renewed US actions have undermined the reasonings and peace memorandum. അത് സമാധാന കരാർ ഒപ്പിട്ടിട്ട് വാട്ട് ഹാപ്പൻഡ് എന്നൊക്കെ മനസ്സിലാവുന്നില്ല. യെസ് സോ ഓയിൽ പ്രൈസസ് Brent crude rose to around നോക്കി വളരെ അതായത് $85 per barrel പറ്റിയത്. ആക്ച്വലി ഒരു ശരിക്കും പറഞ്ഞാല് ഇത് ഓൾ ഓവർ ദ വേൾഡ് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. സോ ഇത് ചെറിയൊരു ന്യൂസ് ആണെങ്കിലും ഇതിൽ പഠിച്ചിരിക്കേണ്ട ആളാരാണ്? സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ പ്രാധാന്യമാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ സോ നെക്സ്റ്റ് ഈസ് കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റ് ഡേറ്റ ലീക്ക് സ്പാർക്ക് അബ്സല്യൂട്ട് കമോഷൻ. ഇത് നമ്മുടെ GS പേപ്പർ 3 വരുന്ന ഏരിയാസ് ആണ്. പ്രിലിംസ് പേഴ്സൺ ഇതൊക്കെ പറയാൻ പറ്റും. Why is എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ രേഖകളെല്ലാം ഒരു റാൻസം വെയർ വഴി ഒരു കോൺട്രാക്ടറിന്റെ ലൈക് ഒരു ഹാക്കർ സംഘം എന്ത് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറിന്റെ സെർവർ വഴി മൊത്തം ലീക്കാക്കി. മനസ്സിലായോ? കുടുംബത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കംപ്ലീറ്റ് ഡേറ്റാസും ഒരു ഹാക്കർ ടീം എന്ത് ചെയ്തു? ഒരു കോൺട്രാക്ടറിന്റെ സെർവർ വഴി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? അത് ലീക്ക് ചെയ്തു എന്നാണ് ഒരു കേസ് വന്നിരിക്കുന്നത്. ആക്ച്വലി വിച്ച് ത്രെട്ടൺ സൈബർ സെക്യൂരിറ്റി ഓഫ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ സൈബർ സെക്യൂരിറ്റിയും ത്രെട്ടൺ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ വേർഡ് മീനിങ് അബ്സല്യൂട്ട് കമോഷൻ എന്ന് പറഞ്ഞാല് അബ്സല്യൂട്ട് കമോഷന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ആശങ്കയും ഒരു പരിഭ്രാന്തിയും ഉണ്ടാക്കി എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് കമോഷൻ എന്ന് പറയുന്ന മീനിങ് അതാണ് പറയുന്നത്. ഓക്കെ യെസ് സോ ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. സെൻസിറ്റീവ് ഫയൽസ് were reportedly accessed to a contractor's server by a ransom group. നോക്കി നമുക്ക് ആക്ച്വലി ഒന്നും തന്നെ which means that at this particular era of AI technologies there is no guarantee of what security ഭയങ്കര കുറവ്. നമുക്ക് നമുക്ക് കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ ആയി നമുക്ക് തോന്നുമെങ്കിലും ബട്ട് ഇറ്റ്സ് ആക്ച്വലി എന്താ പറയാ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സേഫ് ആൻഡ് സെക്യൂർ, മറു സൈഡിൽ സംഭവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. And around 19,000 engineering related files were reportedly leaked. അപ്പൊ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും. Then the leaked data include engineering blueprints, control cooling and ventilation system details, vendor and sub-vendor. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും അത് എന്താ കുഴപ്പം? ബട്ട് സി ഇത് ശരിക്കും ഹാക്ക് ചെയ്ത് പുറത്ത് വന്നാൽ ഇവിടെ ഒരു ബോംബിട്ട് നശിപ്പിക്കാൻ ഇതൊന്നും കൂടംകുളം ഒരു നശിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റും. കാരണം അവിടുത്തെ കംപ്ലീറ്റ് സീക്രട്സ് ആണ് പോയത് അല്ലെ.
സെൻസിറ്റീവ് ഫയൽസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഹൗ ദിസ് വർക്ക്, ഹൗ ദിസ് ഇഫക്ട്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ they can like എന്താ മാനിപ്പുലേറ്റ് എളുപ്പമാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. And MPCA clarified that linked information relates only to conventional plant service facilities and it does not involve in nuclear safety or nuclear security പറ്റി ഒന്നും ബാധിക്കുന്ന കാര്യമാണെന്നില്ല. ജസ്റ്റ് ആ പ്ലാന്റ് നടക്കുന്ന പ്ലാന്റിംഗ് സർവീസ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, പ്ലാന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നത്, അതൊക്കെ മാത്രമേ ഉള്ളൂ. വലിയ കൺസേൺ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് ന്യൂക്ലിയർ സേഫ്റ്റി എന്താണെന്നും ന്യൂക്ലിയർ സെക്യൂരിറ്റി സിസ്റ്റംസ് എന്താണെന്ന് ചോദിച്ചെന്നും അറിഞ്ഞാൽ മാത്രം മതി. സോ ഇഫ് ദീസ് വെയർ ലിങ്ക്ഡ്, it is a big concern. The incident highlights vulnerability arising from third party vendor cyber security. See, ശരിക്കും ഒരു സൈബർ സെക്യൂരിറ്റിയിൽ ഒരു എന്താ പറയുക അഭാവം, നമ്മൾ എപ്പോഴും നമ്മളൊന്ന് അവെയർ ആയി നിൽക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ആൻഡ് പ്രിലിംസ് ഫാക്ട്, കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുനെൽവേലി ഡിസ്ട്രിക്ട്, തമിഴ്നാടു. ഓപ്പറേറ്റർ Nuclear Power Corporation of India Limited, built with Russian collaboration Rosatom, uses VVER 1000 pressurized water reactors and India's largest nuclear plant another by installed capacity after completion of all planned units. Okay, yeah. Next is കേരള ഹൈക്കോർട്ടിന്റെ വഖഫുമായി ബന്ധപ്പെട്ടതാണ്. ലെറ്റ്സ് സീ. Kerala High Court stayed major functions of the Kerala Waqf Board over petitions challenging its composition and appointments, directing compliance with the Umeed Act. Umeed Act. So what is Waqf? Waqf എന്ന് പറഞ്ഞാൽ like Islamic സമൂഹം എന്ത് ചെയ്താണ്, അവരുടെ ലാൻഡ് പള്ളിക്ക്, അതായത് നമ്മൾ അവർ പറഞ്ഞ ദൈവത്തിന് ഒരു ഇഷ്ടദാനം കൊടുക്കുന്നത് പോലെ, പൈസ വാങ്ങാണ്ട്, സോ അവർ ദൈവത്തിന് ഇഷ്ടദാനം കൊടുക്കുന്നത് പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ചെയ്യുന്നത് അതൊരു അവർ ചെയ്ത ഒരു കാര്യം. കുറെ നാളുടെ വഖഫ് ബോർഡിന്റെ അമെന്റ്മെന്റ്സ് വരുന്നുണ്ട്. വഖഫ് ബോർഡ് മാറ്റണം, വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം ആൾക്കാരെ കയറ്റണം, അങ്ങനത്തെ വഖഫ് ബോർഡ് അങ്ങനത്തെ ഒരുപാട് അമെന്റ്മെന്റ്സ് ഒരുപാട് കൺസേൺസ് നടന്ന സമയമാണ്. ഇപ്പൊ അങ്ങനെ സമയത്താണ് കേരള ഹൈക്കോർട്ട് എന്ത് ചെയ്തു, അത് ഇതിന്റെ കേരള വഖഫ് ബോർഡിന്റെ ഫങ്ഷൻസ് ഒക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രം ദി ഉമീദ് ആക്ട്. ഉമീദ് ആക്ട് എന്താ പഠിക്കുക, വഖഫ് ബോർഡ് വഖഫ് എന്താണെന്ന് പഠിക്കുക. കേരള ഹൈക്കോർട്ട് ഹോൾട്ടഡ് എന്ന് വെച്ചാല് തടഞ്ഞു വയ്ക്കാൻ ഉത്തരവിട്ടു. തടഞ്ഞു വയ്ക്കാൻ ഉത്തരവിട്ടു. ദ മെയിൻ ഫങ്ഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് വഖഫ് ബോർഡ്. പെറ്റീഷൻസ് ചലഞ്ച് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബോർഡിന്റെ കോമ്പോസിഷൻ, ബോർഡിൽ അംഗസംഖ്യയെ കുറിച്ചുള്ള കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് സർട്ടൺ മെമ്പേഴ്സിനെ കുറിച്ചുള്ള അപ്പോയിന്റ്മെന്റിന്റെ ഒരു കൺസേൺ. മെയിൻ തിങ് ഈസ് ലാക്ക് ഓഫ് റെപ്രസെന്റേഷൻ ഫോർ ഷിയ, ബോറ ആൻഡ് അഖഖാനി കമ്മ്യൂണിറ്റീസ്. ഈ അഖഖാനി, ഷിയ ആൻഡ് ബോറ കമ്മ്യൂണിറ്റീസ്, ഈ കമ്മ്യൂണിറ്റീസിന്റെ ഇത് പഠിക്കുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണെന്നുള്ളത്. ഈ കമ്മ്യൂണിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ആൻഡ് ആബ്സെൻസ് ഓഫ് നോൺ മുസ്ലിം മെമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് പെറ്റീഷൻ. കാരണം ഇതൊക്കെ ബോർഡിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ബോർഡ് ഇത് കൊടുക്കുന്നില്ല എങ്കിൽ ദാറ്റ്സ് ഇറ്റ്, നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം തടഞ്ഞു വെക്കുക എന്ന രീതിയിലാണ്. The state government informed the court that it is willing to reconstitute the board in accordance with the Umeed Act. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഉമീദ് ആക്ട് ഞങ്ങൾ മാറ്റി എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. ബട്ട് the court observed that the provisions of the Umeed Act must be followed unless stayed by a competent court. അതായത് നിങ്ങൾ ശരിയാണ്, ഓക്കെ, പക്ഷെ ഉമീദ് ആക്ട് പറയുന്ന കാര്യങ്ങൾ ഉമീദ് ആക്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടോ നോക്കാതെ ഇത് മുന്നോട്ട് പോകില്ല, അതുവരെ സ്റ്റേ ചെയ്ത് വെക്കുകയാണ് എന്നാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ഉമീദ് ആക്ട്? ദാറ്റ് ഈസ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഫുൾ ഫോം ഇതാണ് കേട്ടോ. ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുക. ഉമീദ് ആക്ടിന്റെ ഫുൾ ഫോം ഇതിപ്പം UPSC മാത്രമല്ല കേരള PSC ഒട്ടുമിക്ക എല്ലാവരും ചോദിക്കുന്നുണ്ട്. But what is the Umeed portal?
A centralized digital platform launched by the Ministry of Minority Affairs on 6th June 2025. എന്തിനാണത്? വഖഫിന്റെ രേഖകൾ എല്ലാം ശേഖരിക്കാൻ, എത്ര ലാൻഡ് ആണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. It is for creating for real-time registration, uploading, verification and monitoring of waqf properties. Okay, അപ്പോൾ ഉമീദ് ആക്ട് വഖഫ് എന്താണെന്ന് പഠിക്കണം, ഉമീദ് ആക്ട് ഇതിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. So and the significance, ഇതിന്റെ ആക്ട് വരുമ്പോൾ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ reinforces the rule of law and judicial oversight of the statutory bodies. കാരണം റൂൾ ഓഫ് ലോ എന്താണ്? നിയമവാഴ്ച. അപ്പം അത് നിയമം എല്ലാവർക്കും തുല്യമാണ്. നിയമം ബ്രേക്ക് ചെയ്താൽ മാത്രമേ പണിഷ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. സോ റൂൾ ഓഫ് ലോ ആൻഡ് എൻഷുർസ് ട്രാൻസ്പെറന്റ് ആൻഡ് ലീഗൽ കംപ്ലൈന്റ്. ഇത് വഖഫ് ബോർഡ് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്, അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിയമം അനുസരിച്ചാണ് പോകുന്നുള്ള അത് എൻഷുർ ചെയ്യാൻ പറ്റണം. It is highlights the importance of inclusive representation. So inclusive എല്ലാവരും represent ചെയ്യാൻ പറ്റും. So include everyone. Strengthens accountability means responsibility in the management of waqf properties which are public charitable endowments. Challenges എന്ന് പറഞ്ഞാൽ ഈ നോൺ കംപ്ലൈന്റ്സ് ഇല്ല, അതിന്റെ ഒരു അലിഗേഷൻസ് വരും. So this is good, this is not എന്ന രീതിയിലുള്ള അലിഗേഷൻസ് വരാം. പിന്നെ റെപ്രസെന്റേഷൻ, മുസ്ലിം കാറ്റഗറിയിൽ അല്ലാതെ ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്നത് അതൊരു കൺസേൺ എപ്പോഴും കാണുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് വഖഫ് പ്രോപ്പർട്ടി മാനേജ്മെന്റിലും പിന്നെ ജുഡീഷ്യൽ നിയമപരമായിട്ട് ഇടപെടുന്നതിലൊക്കെ ഒരു ഡിലേ നമുക്ക് കാണാൻ പറ്റും. ബാലൻസിങ് റിലീജിയസ് ഓട്ടോണമി വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഗുഡ് ഗവർണൻസ്. Then way forward, so reconstruct the board strictly in accordance with the applicable law. നമുക്ക് തിരിച്ച് ആ ബോർഡ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ലോ പറയുന്ന അനുസരിച്ച് റീകോൺസ്ട്രക്ട് ചെയ്താൽ മതി, നോ ഇഷ്യൂസ്. Ensure fair and adequate representation of all mandated community. പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഷിയ ബോറ അവരുടെ ആ ഒരു രീതിയിൽ അവരുടെ എല്ലാവരെയും നമ്മൾ ഫെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് നോ ഇഷ്യൂസ്. Improve transparency through digitization, regular audits and public disclosure of waqf records. Strengthen institutional governance by respecting judicial directions. So next is NDA renews push to muster numbers for delimitation commission ആണ്. So paper 2 ലും prelims ലും ഒക്കെ വരുന്നതാണ്. Delimitation commission is very important. എന്താണ് delimitation എന്ന് പറഞ്ഞാൽ? അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ അതിർത്തികൾ എന്താണ് പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ അതിർത്തികൾ പുനർനിർമ്മിക്കുന്ന ഒരു ഇതാണ് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡീലിമിറ്റേഷൻ. അതായത് ലോക്സഭയിലെ ഇപ്പൊ ജനസംഖ്യ അനുസരിച്ചാണ് നമുക്ക് എന്താണ് സീറ്റ് വരുന്നത്. സോ ജനസംഖ്യ അടിസ്ഥാനമാണ്, പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ലോക്സഭയുടെ അവരുടെ മണ്ഡലങ്ങൾ എന്താണ് ഒരു അവരുടെ ഡിമാർക്കേഷൻ അതിർത്തി, ആ അതിർത്തി പുനർനിർമ്മിക്കുന്ന ഒരു പ്രോസസ്, ഡിമാർക്കേഷൻ ഒരു പ്രോസസ് ആണ് എന്ത് ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ എംപിമാരെ കാണും, ചിലർക്ക് കുറവ് കാണും അക്കോർഡിംഗ് ടു പോപ്പുലേഷൻ. സോ ഇവര് പറഞ്ഞു പറഞ്ഞാൽ ND പറയുന്ന പറഞ്ഞാൽ 131st അമെന്റ്മെന്റ് ബില്ലായിട്ട് വരണം, വിച്ച് ഇൻക്രീസസ് ലോക്സഭ സീറ്റ് ടു 850. ഇപ്പൊ നമുക്ക് എത്രയുണ്ട്? 543 ആണ് ലോക്സഭ സീറ്റ്. അത് എന്താക്കി മാറ്റുന്ന പറഞ്ഞത് 850 ആക്കണം, വിച്ച് മീൻസ് ലോക്സഭയുടെ സീറ്റിന്റെ എണ്ണം കൂട്ടണം, ഇപ്പൊ പോപ്പുലേഷൻ കുറച്ച് കൂടണം എന്നൊരു കൺസേൺ വരുന്നുണ്ട്. ഇത് ആവശ്യമാണ് കേട്ടോ, ഒരു ബില്ലായിട്ട് കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് സോ ഇൻക്രീസ് ദ സീറ്റ് ഫ്രം 543 to 850. സോ ബിഗിൻ എ ഫ്രഷ് ഡീലിമിറ്റേഷൻ എക്സസൈസ്. നമുക്കൊരു കമ്മീഷനൊക്കെ ഉണ്ട്, ഡീലിമിറ്റേഷൻ കമ്മീഷനൊക്കെ പറയുന്നത് കമ്മീഷണൽ ക്വാളിറ്റിയിലൊക്കെ പഠിക്കും. And the bill requires what? Special majority. Since it is a constitutional amendment bill, it should requires special majority. So constitutional amendment നമുക്ക് special majority വേണം. So special majority വേണം എന്നാണ് പറയുന്നത്. So political parties are negotiating alliance to secure the required numbers and also
33% റിസർവേഷൻ ഫോർ വുമൻ ഇൻ ദ ലോക്സഭ അതും വേണം. ഇതൊക്കെ പറഞ്ഞ ആവശ്യങ്ങളാണ്. സോ സീറ്റ് രണ്ടും കൂട്ടണം. സിഗ്നിഫിക്കൻസ് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈക്വൽ റെപ്രസെന്റേഷൻ വരും അല്ലെ, എല്ലാ സ്റ്റേറ്റ്സിനും വരും. ആൻഡ് ഓൾസോ 1 person 1 vote 1 value എന്നൊരു കൺസെപ്റ്റ് ശരിക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോപ്പുലേഷൻ ഗ്രോത്തും ഡെമോഗ്രാഫിക് പാറ്റേൺസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി അഡ്രസ് ചെയ്യാൻ പറ്റും. ആൻഡ് വിമൻസ് റെപ്രസെന്റേഷൻ ആക്ട് നമ്മൾ കൊണ്ടുവന്നില്ലായിരുന്നോ, അത് കുറച്ചുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വിമന്റെ റിസർവേഷൻ കുറച്ചുകൂടി കൂട്ടാം എന്ന രീതിയിലാണ് വന്നത്. ബട്ട് ചാലഞ്ചസ് ഉണ്ട്. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ് അല്ലേ, സദേൺ സ്റ്റേറ്റ്സിന് പോപ്പുലേഷൻ കുറച്ച് കൺട്രോൾഡ് ആണ് നോർത്ത് നോക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സദേൺ സ്റ്റേറ്റ്സിലെ കേരള, കർണാടക, തമിഴ്നാട് അവിടെ നിന്ന് വരുന്ന എംപീസിന് എന്ത് കുറയും, എണ്ണവും ചിലപ്പോൾ കുറയാം. ബിക്കോസ് സൗത്ത് ഇന്ത്യ കുറച്ച് പോപ്പുലേഷൻ കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ കൺസേൺ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനുണ്ട്. That is, southern states fear losing parliamentary representation due to better population control. Concerns of the impact of India's federal balance. The India federal balance is a division of power ആണ്. So അതിനെ എഫക്ട് ചെയ്യുമോ, കറക്റ്റ് ആയിട്ട് നമുക്ക് ഫെഡറേഷൻ ഉള്ള അതിനെ എഫക്ട് ചെയ്യുന്ന പേടിയില്ലാത്തതുകൊണ്ട്. ആൻഡ് ഓൾസോ ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്ലേ, ഒരു സീറ്റ് അലോക്കേഷൻ കുറച്ചുകൂടി പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആകുമോ എന്നൊരു ചലഞ്ചും ഉണ്ട്. പിന്നെ റീജിയണൽ ഇംബാലൻസ്, കാരണം എല്ലാ റീജിയനും ഒരുപോലെ അല്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പാർലമെന്ററി റെപ്രസെന്റേഷൻ വരുമ്പോൾ റീജിയണൽ ഇംബാലൻസ് ഒരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇതൊക്കെയാണ് ചലഞ്ചസ് വരുന്നത്. വേ ഫോർവേഡ് വേറൊന്നുമല്ല, ലൈക് നമുക്ക് കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ ഡെലിഗേഷൻ കൊണ്ടുവരാൻ പറ്റും. ട്രാൻസ്പെറന്റും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോസസ് കൊണ്ടുവരാം. പോപ്പുലേഷൻ ബേസ്ഡ് റെപ്രസെന്റേഷൻ വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് സീറ്റ്സ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് പോപ്പുലേഷൻ കൺട്രോൾ. ഒരു പോപ്പുലേഷൻ ബേസ്ഡ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി പോപ്പുലേഷൻ കൺട്രോൾ സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യാം, ഒരു പ്രാധാന്യം കൊടുത്താൽ മതിയാകും. Then protect the spirit of cooperative federalism by ensuring electoral fairness. Cooperative federalism എന്ന് പറയുമ്പോൾ federalism which means that what state powers are divided from the center to the state. Cooperative federalism എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡിവിഷൻ ഓഫ് പവറിനകത്ത് ഒരു കോർപ്പറേഷൻ ഉണ്ടാവും. Prelims fact delimitation, redrawing the boundaries of parliamentary and assembly constituencies based on population, conducted by independent commission. The commission orders have the force of law and cannot orderly be challenged in court. Previous in 52, 63, 73, 2002 ആയിരുന്നു. So 84th constitutional amendment 2001 froze the total number of Lok Sabha as seats after the first census. So 80 to 170 നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. So next is semicon ന്റെ കാര്യമാണ്. This is comes under GS3. GS3 ലാണ് ഇത് കാര്യം വരുന്നത്. Let's see. So നമുക്ക് നോക്കാം. By news, the Cabinet Committee on Economic Affairs, that is CCEA, approved major schemes for semicon. പേര് തന്നെ something related to semiconductor, mobile manufacturing, urea production and highway infrastructure. അപ്പോൾ നമ്മുടെ ലൈക്ക് CCA ക്യാബിനറ്റ് കമ്മിറ്റി സെൻട്രൽ ഗവൺമെന്റ് ആക്ച്വലി നമ്മുടെ ഈ സെമികോൺ, മൊബൈൽ മാനുഫാക്ചറിങ്, ലൈക്ക് യൂറിയ പ്രൊഡക്ഷൻ, ഹൈവേ, ഇതിനൊക്കെ നമുക്ക് ഒരു അപ്രൂവൽ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റണം. ലൈക്ക് സെമി നമുക്ക് എന്താ നോക്കാം ആദ്യം. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ദാറ്റ് ഈസ് സെമികോൺ 2.0, approved rupees 1.27 lakh crore for the second edition of the India Semiconductor Mission. The Semiconductor Mission aims to attract 4 lakh crore of investments and also is expected to generate what നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സെമികണ്ടക്ടർ പ്രൊഡക്ഷൻ കൊണ്ടുവരണം. ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യുക? ചിപ്പ് ഡിസൈൻ, ഫാബ്രിക്കേഷൻ, അഡ്വാൻസ്ഡ് പാക്കേജിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എക്കോസിസ്റ്റം ഡെവലപ്മെന്റ്. ശരിക്കും നമുക്ക് സ്വന്തമായിട്ട് സെമി കണ്ടക്ടർ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഇമ്പോർട്ട്സ് ഒക്കെ കുറയ്ക്കാമല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്താ സിഗ്നിഫിക്കൻസ് നമുക്ക് ആക്ച്വലി നമ്മുടെ ആത്മനിർഭർ ഭാരത് എല്ലാം തന്നെ ഇന്ത്യ കുറച്ചും കൂടി ഡെവലപ്ഡ് ആകും. ഇവിടെ തന്നെ എല്ലാം സോ വിച്ച് ആക്ച്വലി സ്ട്രെങ്തൻ അവർ സ്ട്രാറ്റജിക് ടെക്നോളജീസ്, റെഡ്യൂസസ് ഡിപെൻഡൻസ് ഇമ്പോർട്ടഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സപ്പോർട്ട്സ് AI, ഇലക്ട്രോണിക്സ്, ടെലികോം, ഡിഫറെന്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. ദെൻ ചൈനീസ് പറയുമ്പോൾ ക്യാപിറ്റൽ റിക്വയർമെന്റ്, നല്ല ചെലവുള്ള പരിപാടിയാണ്.
ആൻഡ് ഓൾസോ ടെക്നോളജി ഡിപെൻഡന്റ് വേണം. ഫോറിൻ സോഴ്സ് ടെക്നോളജി, ഇതിനെ പറഞ്ഞ ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെ, അതേപോലെയൊക്കെ. ദെൻ സ്കിൽഡ് വർക്കേഴ്സിന്റെ കുറച്ച് ഷോർട്ടേജ് ആണ് സെമി കണ്ടക്ടർ ഫീൽഡില്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. And promotes research and development, indigenous chip design, development semiconductor and ecosystem, strengthen global technology partnerships. So, നിങ്ങൾക്ക് മൊത്തം ഒരു മെയിൻ ആൻസർ കൂടെ കിട്ടിയല്ലേ. Then next is mobile manufacturing promotion scheme MPMS. നമ്മുടെ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വില കുറച്ച് സാധനം മേടിക്കാൻ പറ്റും. ഇവിടെ തന്നെ അതിന്റെ പാർട്സ് ഒക്കെ മേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലേ. So approved with an outlay of 62,500 crore. India targets Indian brands and higher domestic values. ഐഫോൺ ഒക്കെ വില കൂടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ചൈനയിൽ അത് അസംബിൾ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. ഞാൻ ഈ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നോ എവറിത്തിങ്, ലോട്ട്സ് ഓഫ് ഇലക്ട്രോണിക്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പാടുന്ന പിള്ളേരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയാതിരിക്കും. Seeks to increase domestic value addition and in smartphones from about 2.5 to 5%. നിങ്ങൾ ഇതിന്റെ വാല്യൂസ് പഠിച്ചില്ലെങ്കിൽ ലിസ്റ്റ് നടത്തിയിരുന്നാൽ മതി. സോ നമുക്ക് എന്തായാലും ഒരു 60,000 ഡയറക്റ്റ് ജോബ്സ് എങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന്. മൊബൈൽ മാനുഫാക്ചർ, ഇവിടെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ പറ്റും. പ്രൊമോട്ട്സ് മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം പ്രോജക്ട്. ബൂസ്റ്റ് എക്സ്പോർട്സ് അല്ലെ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്ത് ചെയ്യാം, കയറ്റി അയക്കാം. നമുക്ക് കുറച്ചുകൂടി ഇൻകം കിട്ടും. നമ്മുടെ GDP റേറ്റ് ഒക്കെ മാറും. Encourages indigenous electronics ecosystem. The national investment policy for urea. നമുക്കൊരു 9 ന്യൂ ഗ്യാസ് ബേസ്ഡ് യൂറിയ പ്ലാന്റ്സ് അപ്രൂവൽ വേണ്ടിയിട്ടാണ്. 10 million ടൺ യൂറിയ. നമ്മുടെ ലൈക് സെൽഫ് റിലയന്റ് ഇൻ യൂറിയ, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഫ്രഷ് യൂറിയ പ്രൊഡക്ഷൻ. അപ്പോ എന്താണ് ഫെർട്ടിലൈസർ സെക്ടറിൽ നല്ലതായിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ ഫാർമേഴ്സിനൊക്കെ ഫ്രഷ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, സപ്പോർട്ട്സ് ഫാർമേഴ്സ് ത്രൂ സ്റ്റേബിൾ ഫെർട്ടിലൈസർ. നല്ല വളം, യൂറിയ വളം നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതായിരിക്കും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഏറ്റവും മികച്ചതായിരിക്കുമല്ലോ. സോ വിച്ച് ആക്ച്വലി ഗുഡ്, വിച്ച് റെഡ്യൂസസ് ഡിപെൻഡൻസ് ഓൺ യൂറിയ ഇമ്പോർട്ട്സ്, സ്ട്രെങ്തൻസ് ഫുഡ് ആൻഡ് ഫെർട്ടിലൈസർ സെക്യൂരിറ്റി. Then challenges rising domestic demand, dependence on natural gas, പിന്നെ environment concerns ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ചർച്ച നമുക്ക് പ്ലസ് ഇഷ്ടംപോലെ ഇൻഫിനിറ്റി, നമുക്ക് ഇഷ്ടംപോലെ ചലഞ്ചസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ 3 കൊടുത്തിട്ടുള്ള, ബട്ട് നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്യാം. Way forward, improve fertilizer using efficiency, balanced nutrient, domestic gas. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഗ്യാസ് അവൈലബിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമല്ലേ. യെസ്. ദെൻ ലാസ്റ്റ് ഈസ് ഹൈവേ പ്രോജക്ട്സ്. അപ്പൊ എന്താണ് ഈ ഹൈവേ പ്രോജക്ട്സ് എന്ന് പറയുന്നത്? 2 നാഷണൽ ഹൈവേ പ്രോജക്ട്സ്, ലൈക് 2 NHAI projects approved with National Highway Authority of India ആണ്. There's 25,400 crore which includes NH31 corridor, Varanasi ring road, NH19 corridor. Actually implement hybrid annuity mode. എന്താണ് ഈ hybrid annuity mode എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഹൈവേ നമ്മള് PPP മോഡലിൽ കൊണ്ടുവരുന്നത്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് നമുക്ക് ഹൈവേ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. സോ അത് ആക്ച്വലി നല്ലതല്ലേ. PPP മോഡൽ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. സോ പബ്ലിക്കും പ്രൈവറ്റും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അതെന്താണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, പെട്ടെന്ന് എഫക്റ്റീവ്ലി കാര്യം നടക്കും. ഡിസൈൻഡ് ഫോർ 80-100 km/h സ്പീഡ് വരുന്നതാണ്. എക്സ്പെക്ട് റെഡ്യൂസ് ട്രാവൽ ടൈം റെഡ്യൂസ് ചെയ്യാനും, പിന്നെ എന്താണ് ഒരു വാരണാസിയിൽ വരുന്ന കൺജക്ഷൻ, ഒരു തിരക്കുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്, ഹൈവേ പ്രോജക്ട്സ്. Then the significance നമുക്ക് അറിയാൻ പറ്റും, ലൈക് ലോജിസ്റ്റിക് എഫിഷ്യൻസി, supports PM Gati Shakti and regional connectivity, boost economic growth and tourism. Tourism ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടൂറിസത്തിലൂടെയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടൂറിസം ആണ്. ടൂറിസം കുറച്ചുകൂടി ആൾക്കാർ പെട്ടെന്ന് വന്ന് കാണാൻ, വാരണാസി വരാം, കാണാം, എക്സ്പ്ലോർ പെട്ടെന്ന്.
സോ ദാറ്റ്സ് ഇറ്റ്. ഇത് പഠിപ്പിക്കുന്നവർക്ക് നമ്മള് ഈ സെമികോൺ എന്താണെന്ന് പഠിക്കണം. മൊബൈൽ മാനുഫാക്ചറിംഗിന്റെ എല്ലാത്തിന്റെയും പരമുള്ള ഗുണം എന്താണ്, ഹൈവേയുടേത്, ഹൈവേയിൽ വന്നിരിക്കുന്ന ദിസ് തിങ്, യൂറിയയുടേത് എല്ലാം നോക്കുക കേട്ടോ. ദെൻ ടാറ്റ ഗ്രൂപ്പ് ഷാങ്ഹായ് എയർപോർട്ട് വിൽ ഇൻവെസ്റ്റ് ഇൻ സ്റ്റേറ്റ്. നമ്മുടെ കേരളത്തിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സതീശൻ സാർ പറയുന്ന കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബ്ലൂ എക്കണോമി, ദെൻ മിഷൻ സമുദ്രയൊക്കെ നമുക്ക് നോക്കാം. The Kerala government announced proposed investments by the Tata Group. Actually, Tata Group എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ലൈക് കേരളത്തിലെ കപ്പൽ നിർമ്മാണത്തിന് ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപം അനുവദിച്ചു, നിക്ഷേപം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് എന്താണ്, നമ്മുടെ കപ്പൽ നിർമ്മാണത്തിന് ടാറ്റ ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യാന്ന് നിക്ഷേപം തരാമെന്ന രീതിയിൽ. സോ it is actually part of Mission Samudra. Singapore's Shanghai എയർപോർട്ടിന്റെ ടാറ്റ ഗ്രൂപ്പ് ഷിപ്പ് ബിൽഡിങ്ങിനും സിംഗപ്പൂർ ഷാങ്ഹായ് എയർപോർട്ടിന്റെ ഒരു ഏവിയേഷൻ സെക്ടറിലും എന്താണ് ഇത് സിലക്ട് പാർട്ട് ഓഫ് മിഷൻ സമുദ്ര. Tata Group has proposed investment in shipbuilding in Kerala, and Shanghai Airport has expressed interest in investing in ഒന്ന് ടാറ്റ ഗ്രൂപ്പ് ഇതിനും പിന്നെ അതേപോലെ ഷാങ്ഹായ് എയർപോർട്ട് എന്ന് പറയുന്നത് ഷാങ്ഹായ് എയർപോർട്ട് പറയാം, ഇങ്ങനൊന്ന് പറയാമോ, സിംഗപ്പൂരിലാണെന്ന് മാത്രം ആലോചിക്കുന്നത്, സ്പെല്ലിംഗ് ഒന്ന് മാറി പോകുന്നത്. ദാറ്റ്സ് ഫൈൻ. സോ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ, പിന്നെ പൈലറ്റ് ട്രെയിനിങ്, ഏവിയേഷൻ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കേരള വിൽ ലോഞ്ച് എ പോളിസി ഫ്രെയിംവർക്ക് ഫോർ പോർട്ട് ലെഡ് ഡെവലപ്മെന്റ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉണ്ടല്ലോ, അതിനെയൊക്കെ ആധാരമാക്കി വ്യവസായ വികസനം കൊണ്ടുവരണം. അപ്പൊ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും കൂടുന്നതായിരിക്കും. സോ മിഷൻ സമുദ്ര പ്രൊമോട്ട് പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയേഷൻ, develop investment corridors around Vidinyam Port and the outer ring road, Thiruvananthapuram. So proposed to establish a seafood processing hub at Arur. Arur is seafood processing. Kana varappathikku namukku ivada import cheyananukku pattum. So import nalladalla, development is country development alle. So nammada Vidinyam thoramugatte base ചെയ്തിട്ടാണ് ഇത് ചെയ്തൊരു വ്യവസായം കൊണ്ടുവരുന്നതാണ്. അതുവഴി ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, രക്ഷപ്പെടും മൊത്തത്തില്. ആൻഡ് പ്രൊമോട്ട്സ് ബ്ലൂ എക്കണോമി റിലേറ്റഡ് ടു അക്വാട്ടിക്, നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലൂ എക്കണോമി വരുന്നത്. ആൻഡ് മാരിറ്റൈം എക്കണോമിക് ഗ്രോത്ത്, ഷിപ്പ് ബിൽഡിംഗ്, ലോജിസ്റ്റിക്, വിഴിഞ്ഞം പോർട്ടിനാണ് എന്തിനാ ഒരു ഇതായിട്ട് കാണുന്നത്, ലൈക് ബേസ് ആയിട്ട് global transshipment and investment hub, and generates employment and boosts exports, encourages private investment in aviation and maritime infrastructure. Challenges: timely implementation of infrastructure projects. നമ്മളിപ്പോ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ സമയത്തിന് അത് നടപ്പിലാക്കുക, അത് എന്താണ് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക, അതൊക്കെ കുറച്ച് ചാലഞ്ചസ് ആണ്. Then competition from, of course, from neighboring ports, especially Colombo, Tamil Nadu, like Colombo, Tamil Nadu, let's see, like ആ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഒരു കോമ്പറ്റീഷൻ രസമുള്ളൂ, അല്ലെ ത്രില്ല് ഉണ്ടാവുള്ളൂ. Then environmental and coastal sustainability concern, need for multi-modal connectivity. കുറച്ചും കൂടി ഒരു ലൈക് അങ്ങനത്തെ ലോജിസ്റ്റിക് സപ്പോർട്ടും മൾട്ടി-മോഡൽ കണക്ടിവിറ്റി വരുമ്പോഴത്തേക്ക് കുറച്ചത് ബുദ്ധിമുട്ടാണ് അല്ലെ, നമ്മൾ ഓവർകം ചെയ്യും. That's it. Way forward, develop integrated port-led industrial corridors, strengthen road, rail, inland logistics, blue economic practice area. The PPP is the best thing, ease of doing business, and value-added sectors, shipbuilding, MRO, seafood process. ഇതൊക്കെ നമുക്ക് ആക്ച്വലി നല്ലോണം എക്സ്പാൻഡ് ചെയ്ത നമ്മുടെ കേരള ഗവൺമെന്റ് നല്ല എക്സ്പാൻഷൻ ഉണ്ടാവും അതുവഴി ഇന്ത്യയിലും. So prelims facts: Mission Samudra, Kerala government initiative announced 2020 budget, promote port-led development ആണ് തോർത്തിരിക്കുക. Vidinyam International Seaport തിരുവനന്തപുരത്താണ്. Development under the landlord port model through PPP, that is public-private partnership, is the best way in infrastructure.
to achieve better infrastructure is the best way. Operated by Adani Vizhinjam Port Private Limited (AVPPL), India's first deep water transshipment container port ആണ് കേട്ടോ. ഓർത്ത് PSC ക്ക് ചോദിക്കാം. UPSC ക്ക് ആണെങ്കിൽ ചോദിക്കും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇങ്ങനത്തെ ഡയറക്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ PSC SSC ലൊക്കെ അല്ലേ വരുന്നത് ആൻഡ് NTPC ലൊക്കെ വരും RRB റെയിൽവേയുടെ. Then strategically located close to major international east-west shipping routes. Blue economy വരുമ്പോൾ ocean resource-മായി ബന്ധപ്പെട്ടത് economic growth, livelihood, ecosystem. Blue എന്ന് നീല കളർ വെച്ച് കടൽ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. So that's it. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വാർത്തകൾ. എല്ലാം 6 വാർത്തകളിലെയും ബന്ധപ്പെട്ട 6 മെയിൻ ചോദ്യങ്ങളാണ്. ഇതിൽ നിന്ന് എല്ലാം എഴുതാൻ പറ്റിയ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ എഴുതി നിങ്ങൾ ടെലഗ്രാമിലെ മെയിൽ ഐ ഡി ഉണ്ട്, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതി അയക്കുക, നിങ്ങൾക്ക് റിവ്യൂ കിട്ടുന്നതായിരിക്കും. Okay, so that's it. That's the end of today's Hindu newspaper analysis. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? കുളം കാര്യം പഠിച്ചു, then US ഇറാൻ പ്രശ്നങ്ങൾ പഠിച്ചു, അങ്ങനെ ഒട്ടനവധി വാർത്ത നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം UPSC പെർസ്പെക്റ്റീവ് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വീണ്ടും നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. So be happy, be positive and all the very best. Bye and thank you.